സീസൺ 6 തുടങ്ങി, അത് ഓടിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഫിനാലെ കഴിഞ്ഞു, കപ്പൊക്കെ അടിച്ചു. എന്നിട്ടും റോക്കി എന്ന വ്യക്തി അല്ലെങ്കിൽ മൊത്തം വിവാദത്തിലാണല്ലോ എല്ലായ്പ്പോഴും. പിന്നെ എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 വയസ്സ് വരെ എനിക്ക് കഷ്ടപ്പാടും ചീത്ത സമയമാണെന്ന്. പിന്നെ അത് ശീലായിക്കളും കുഴപ്പമില്ലെന്ന ജോത്സ്യം പറഞ്ഞു. ഞാൻ ഏറ്റെടുത്ത ഒരു കാര്യം ഞാൻ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് ആ കാര്യം മുന്നോട്ട് കൊണ്ടുപോയത്. എനിക്കിപ്പോഴും ഒരു ഡൗട്ട് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് ബിഗ് ബോസ്? ഇതാണ് ഒന്ന് ഞാൻ നേരിട്ട് പറയുന്നതാണോ തോന്നരുത്. കാരണം റോക്കി ഒരു സൈക്കോ ആണോ, ഒരു എന്താണ് ഒരു എന്താ പറയുക, ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരാളാണോ? റോക്കി ഒരിക്കലും അവിടെ ഒരു എന്താ പറയാ കളിക്കുകയാണ്, മറിച്ച് ഓരോരുത്തരുടെ മൂക്കിൻ തുമ്പത്തിൽ നിന്നാണ് വാടാ തല്ലടാ വിളിക്കടാ എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം തന്നെ പൊങ്കാലയ്ക്ക് കൈ കണക്കൂല അത്രയ്ക്ക്. റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്, കമന്റ്സ് ഒന്നും നോക്കുന്നില്ല കൃത്യമായിട്ട്. അതല്ലേ ഇപ്പൊ നിങ്ങൾ പ്രോഗ്രാം ചെയ്തില്ലേ, നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറയുന്നു. പക്ഷെ അല്ല, നമ്മൾ റീൽസ് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ ഈ 16 ദിവസം ഉപയോഗിച്ച കുപ്പി 10 ലക്ഷം രൂപയ്ക്ക് വിൽക്കുക. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഈ ബോട്ടിൽ അങ്ങ് കൊടുക്കാൻ പോകണമെന്ന് ഞാൻ ചുമ്മാതൊന്നുമല്ല. ഞാനൊരു 10 ലക്ഷം രൂപയ്ക്ക് ഈ വാട്ടർ ബോട്ടിൽ കൊടുക്കും. 20 ലക്ഷം ഉറുപ്പ തരാതെ ഇവിടുന്ന് അനക്കാൻ പറ്റൂല. ഓൺലി 20,000 റുപ്പീസ്. കയ്യബദ്ധം 100% ഡെഡിക്കേഷനിലാണ് ഞാൻ ആ ഷോയിൽ നിന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപ പറഞ്ഞാലും ഞാനത് കൊടുക്കത്തില്ല. ഓക്കെ, നിങ്ങൾ 1 കോടി രൂപ പറഞ്ഞാലും ഞാനിത് തരത്തില്ല. റോക്കി 10 ലക്ഷം രൂപയ്ക്ക് എനിക്കെന്താ അത്രയ്ക്ക് ബുദ്ധിയില്ലേ? അല്ല, അതാണ് എനിക്കും ജനങ്ങൾക്കും ചോദിക്കാനുള്ളത്. ജനങ്ങൾക്ക് അറിയേണ്ടത് തന്നെയാണ്. റോക്കി എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഹാൻസം ആയിട്ടുള്ള ഒരു ഗൈ ആണ്. പക്ഷെ ഷോ ആണ്. നിങ്ങൾ ഫേക്കായി നിൽക്കാത്തത് കൊണ്ടാണ്. ഫേക്കായി നിൽക്കാത്തവരൊക്കെ ഒരാളെ അടിച്ച് ജോ പൊളിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ हमें तो कुत्ता नहीं है ना, तो कुत्ता है तो कुत्ता का इज्जत है. ഗെയിം ആകത്തുള്ളൂ പറയുന്നത്. ഗെയിമർ എന്ന് പറയത്തുള്ളൂ. മാസം കൂടെ നിങ്ങൾ ഇത്ര മെച്ചൂരിറ്റി. ഞാൻ പണ്ടേ നല്ല മെച്ചൂരിറ്റിയാ. പണ്ടേ മെച്ചൂർ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് സിജോയെ അടിച്ച് ജോ പൊട്ടിക്കാൻ പറ്റിയത്? അറിയാൻ സംഭവിച്ച ഒരു കാര്യത്തിന് അറിയാതെ ഒരാളുടെ കറക്റ്റ് ഇടി നോക്കി പൊട്ടിച്ച് കവാലക്കുറ്റി നോക്കി അടിക്കണം നിങ്ങൾ. ബിഗ് ബോസ് പോലെ അത്യുഗ്രം പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അത് നശിപ്പിച്ചതിൽ വല്ലാത്ത നിരാശയുണ്ടോ? ഉണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അത് കീപ്പ് ചെയ്യാൻ പറ്റാതിരുന്നത്? മനുഷ്യനായതുകൊണ്ട്. പക്ഷെ എങ്കിലും ഞാൻ ഫസ്റ്റ് കിട്ടിയ ആളിനെ ഒട്ടും അംഗീകരിക്കുന്നില്ല കേട്ടോ. അത് ജിൻഡോ. അപ്പൊ ജിൻഡോയ്ക്ക് കഴിവില്ലെന്നാണോ പറയുന്നത്? ജിൻഡോ എങ്ങനെ കപ്പെടുത്തുന്ന എനിക്ക് ഊഹിക്കാനേ പറ്റുന്നില്ല. അടി അടിച്ചതിന് ശേഷം നിങ്ങൾ അകത്ത് പോയിരുന്ന് കരഞ്ഞല്ലോ, ഏങ്ങി കരഞ്ഞല്ലോ, മോങ്ങി കരഞ്ഞു. അതിനെ കുറിച്ച് നിങ്ങൾ തിരിച്ച് എനിക്ക് പറ്റൂല, ഇങ്ങനെയുള്ള ആൾക്കാരോട് നിൽക്കാറുണ്ട്. എനിക്ക് പറ്റൂല. പോണം. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഞാൻ പോകുന്നു. ബൈ ബൈ.